മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അവകാശവാദം തള്ളി ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിൽ കപ്പൽ നിർമ്മാണ പദ്ധതിക്കായി 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. കേരളത്തിൽ എന്നല്ല ഒരിടത്തും കപ്പൽ നിർമ്മാണശാല ടാറ്റ നിർമ്മിക്കുന്നില്ലെന്ന വിശദീകരണവുമായാണ് കമ്പനി രംഗത്തെത്തിയത്. ആദ്യം ആഗോള മാധ്യമമായ ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിലും തൊട്ടുപിന്നാലെ തിരുവനന്തപുരത്ത് നടന്ന മാരിടൈം കോൺക്ലേവിലുമാണ് കേരളത്തിൽ കപ്പൽ നിർമ്മാണ പദ്ധതിക്കായി 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്. Inviting the investment to Kerala also. Yeah. Now the Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group. Okay. For investing for 10,000 crores investment for shipbuilding. Many other companies are coming. Shipbuilding unit തുടങ്ങാൻ ടാറ്റ എത്തുകയാണ് കേരളത്തിലേക്ക്. ടാറ്റ ഷിപ്പ്ബിൽഡിംഗ് യൂണിറ്റ് തുടങ്ങാൻ അത് നമ്മൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ മേഖലയിൽ. എന്നാൽ പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രിയുടെ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിൽ എന്നല്ല ഒരിടത്തും കപ്പൽ നിർമ്മാണശാല ടാറ്റ നിർമ്മിക്കുന്നില്ല എന്നതായിരുന്നു കമ്പനിയുടെ വിശദീകരണം. ടാറ്റ ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമായ എക്കണോമിക് ടൈംസിലാണ് ടാറ്റയുടെ വിശദീകരണം വന്നത്. ടാറ്റ ഗ്രൂപ്പിന് നിലവിൽ കപ്പൽ നിർമ്മാണ പദ്ധതികളൊന്നും ഇല്ലെന്നും വിശദീകരണത്തിൽ പറയുന്നു. കപ്പൽ നിർമ്മാണശാല പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലെ പ്രാരംഭ ചർച്ചകൾ പോലും നടത്താതെ എന്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ വ്യാജ പ്രഖ്യാപനം എന്നതാണ് ഉയരുന്ന ചോദ്യം. ജനങ്ങളെ കബളിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ഇതിലൂടെ എന്ത് നേട്ടമാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത് എന്നതുകൂടിയാണ് ഉയരുന്ന പ്രധാന വിമർശനം. വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണത്തിന് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തയ്യാറായിട്ടുമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.